ഈ സ്വർഗത്തിൻ്റെ കൊട്ടാരമൊക്കെ തുറക്കാൻ വേണ്ടി ഇവൻ ചെന്നിട്ട് അവിടെ മുട്ടുമല്ലോ. ഹദീസിലുണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെ കൊട്ടാരമൊക്കെ വളരെ പരിചിതമായിരിക്കുമെന്നാണ്. നാട്ടിൽ അവനവൻ്റെ പേരാർക്കെങ്കിലും പേക്കോ കോയമ്പോ ഏത് കോയമ്പത്തൂരോടെ പോയി വന്നാലും കോട്ടക്കലങ്ങാടി വന്നാൽ എൻ്റെ പേരേക്ക് ചെയ്ത് ധൈര്യമായിട്ട് പോലെ ആരോടും വയ്യ വയ്ക്കണോ? അന്നമാർക്കാണല്ലോ സ്വർഗത്തിൽ. ഇത്രയും ആകാശ ഭൂമിൻ്റെ വിശാലതക്കുള്ള സ്വർഗത്തിൽ അള്ളാൻ്റെ ഫضലുകൊണ്ട് സാധുക്കൾ നമ്മൾ കടന്നാൽ നമുക്കുള്ള കൊട്ടാരമൊന്നും തിരഞ്ഞെടുക്കേണ്ടി വരില്ല. പോയിട്ടവിടെ പോയി മുട്ടും വാതുകൽ കൊട്ടാരത്തിൽ. അപ്പോൾ ആദ്യം തന്നെ ഈ പരിചായകനാ വരിക. ഓനെ കാണുമ്പോഴത്തേന് ഇവൻ സുജൂദക്ക് പോകുമല്ലോ, അത്ര ചൊറുക്കിക്കാരെന്നാണ് പറയുന്നത് ഹദീസിൽ. നൂലറ്റ് കിടക്കുന്ന ചിതറിക്കിടക്കുന്ന മുത്തുമണികളാണെന്ന് തോന്നും. കുട്ടികളെ സ്വർക്കിൻ്റെ പോക്കണ്ടേ, എല്ലാവരും രാജാക്കന്മാരാണ്. കട്ടിപ്പട്ടിൻ്റെ മേൽക്കോട്ടുണ്ടാവും, പട്ടിൻ്റെ ഹരിത വസ്ത്രങ്ങളുണ്ടാവും. ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, ഓരോരുത്തർക്കും 2 തോട്ടങ്ങളാണ്. ഒരു തോട്ടത്തിൽ കംപ്ലീറ്റ് അവിടുത്തെ സംഗതികളൊക്കെ വെള്ളിൻ്റെത്, മറ്റേ തോട്ടത്തിൽ ഒക്കെ സ്വർണ്ണത്തിൻ്റെത്. എത്ര വിശാലത എന്നറിയോ? ആകാശഭൂമിൻ്റെ വിശാലതയാണ് സ്വർഗത്തിന്. അറുതോ സമാവാത്തും അല്ല ഉള്ളൂ. ഭൂമിൻ്റെ വിശാലത നമ്മൾ കണ്ടിട്ടില്ല, ആകാശത്തിൻ്റെ വിശാലത ആരും അറിഞ്ഞിട്ടില്ല. ഓരോരോ ഗാലക്സികൾക്കിടയിലുള്ള അകലം പറയുന്നത് ദശലക്ഷക്കണക്കിന് പ്രകാശവർഷമാണ്. ഇതൊക്കെ ആകാശത്തിൻ്റെ ചുവട്ടിലാണ്.